ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മെഴുകുതിരി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഉറുമ്പിനെ അതുപോലെ തന്നെ കുഞ്ഞീച്ച പ്രാണികളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ അതിനെതിരെ പ്രതിരോധിക്കുന്ന പലതരം ടിപ്പുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് പ്രത്യേകിച്ച് ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു പ്രത്യേക ടിപ്പാണ്. അപ്പോൾ തീർച്ചയായും നമുക്കിത് ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്, നമ്മൾ കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എവിടെയാണോ വെട്ടം വെക്കുന്നത് ആ വെട്ടത്തിന്റെ ഭാഗത്ത് കൂടുതലായും ആ വെട്ടത്തിന്റെ ഭാഗങ്ങളിൽ കൂടുതലായും പ്രാണികളൊക്കെ വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ടല്ലോ അല്ലെ. അപ്പൊ ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ ടിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിനായി ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ മെഴുകുതിരി ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഇത് ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. ഒരു സ്റ്റീലിന്റെ ഒരു പ്ലേറ്റ് ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഞാനിത് അതുപോലെ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിച്ച് കൊടുത്തിട്ട് ഇത് അന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, പ്ലേറ്റിന് ചെറിയൊരു വളവ് തിരിവുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ട്രൈറ്റിൽ നിൽക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഞാനത് ഏകദേശം ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് വെള്ളം കേട്ടോ, സാധാ വെള്ളം, നോർമൽ വാട്ടർ കേട്ടോ. അപ്പോൾ ഞാനിതാ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഈച്ച ശല്യമല്ല, നമ്മുടെ ഈ ഉറുമ്പ് അതുപോലെ തന്നെ പ്രാണികളൊക്കെ ശല്യം എവിടെ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്ത് ഇതുപോലെ കൊണ്ടുവച്ച് കൊടുക്കുക. അങ്ങനെയാണ് തീർച്ചയായും ഉറുമ്പൊക്കെ ഇതിലേക്ക്, വലിയ കട്ടുറുമ്പ് പോലും ഇതിലേക്ക് ചാടി വന്ന് വീണ് ചത്തോളൂ കേട്ടോ. ഈ ഒരു വെളിച്ചം അവയെ അട്രാക്ട് ചെയ്യുകയും അതിൻ്റെ കാരണം കൊണ്ട് തന്നെ അതിലേക്ക് പെട്ടെന്ന് വീണ് ചാവുകയും ചെയ്യും കേട്ടോ. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൈക്കോളജി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്ത് സാധാരണ നമ്മൾ വെട്ടം കത്തിച്ച് വെക്കാനായി ഇതുപോലെ മെഴുകുതിരിയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ മെഴുകുതിരിയൊക്കെ എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പ്രാണികളും അതുപോലെ തന്നെ പാറ്റുകളൊക്കെ ഇതിന്റെ പിന്നാലായിരിക്കും. അത് തീർച്ചയായും എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ്. ഏത് ഭാഗത്താണോ പ്രകാശം ഉള്ളത് ആ ഭാഗത്തായിരിക്കും. അപ്പൊ ആ ഒരു ടിപ്പ് നമുക്ക് തീർച്ചയായും ഇതിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടും കേട്ടോ. അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഇതുപോലൊരു കൊതുകിന്റെ ശല്യത്തിന് നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം ഒരല്പം ഓയിലോ വെളിച്ചെണ്ണയോ തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊതുക് അധികമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ നമുക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ തടവിന് ശേഷം ഇതുപോലെ ഒന്ന് വീശി കൊടുക്കുകയാണെങ്കിൽ കൊതുക് അധികമുള്ള സ്ഥലങ്ങളിലേക്ക് കൊതുക് ഇതിൽ വന്ന് പറ്റിപ്പോവും, പറ്റാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ട്രൈ ചെയ്യുക. കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഈ പ്ലേറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് വീശി കൊടുക്കുക. വീശി കൊടുക്കുമ്പോൾ തീർച്ചയായും കൊതുക് ഒരുപാട് എവിടെയാണോ ഒരുപാട് ഉള്ളത് ആ ഭാഗങ്ങളിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ വന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ അതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.